ഡിറ്റർമിനൻറ്റിൻ്റെ മൈനറും അതുപോലെ കോഫാക്ടറും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ എല്ലാ എലമെൻസിനും എന്തുണ്ടാവും? മൈനർ ഉണ്ടാവും. മൈനർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിറ്റർമിനൻറ്റ് ഒബ്റ്റെയിൻ വെൻ ദ റോ ആൻഡ് കോളം ഇൻ വിച്ച് ദ എലമെൻറ്റ് ലൈസ് ഈസ് ഇഗ്നോർഡ്. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ എലമെൻറ്റ് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ആണ് എന്ത്? മൈനർ ഓഫ് എ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കുക. 2 3 1 0 1 2 3 8 6 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉൾക്കൊള്ളുന്ന 3x3 മെട്രിക്സ് ആണല്ലേ. അപ്പോൾ അതിൽ 0 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 നിൽക്കുന്നത് സെക്കൻഡ് റോയിലും അതേപോലെ ഫസ്റ്റ് കോളത്തിലുമാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്ന എലമെൻസുകൾ 3 1 8 6 എന്നുള്ളതാണ്. 0 നിൽക്കുന്ന കോളവും 0 നിൽക്കുന്ന റോയും ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്നത് ബാക്കി വരുന്നത് 3 1 8 6 എന്നുള്ള ഒരു 2x2 വരുന്ന ഒരു മെട്രിക്സിലേക്ക് നമുക്ക് മാറാം. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മൈനർ ഓഫ് 0 കിട്ടും. അപ്പോൾ 3 6 3 1 8 6 നമ്മളെങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കാണുന്നത്? 3 × 6 18 8 × 1 8 മൈനസ് 8 അപ്പോൾ 10 കിട്ടും. ഓക്കെ, അതാണ് എന്ത്? എലമെൻറ്റ് ഓഫ് 0 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോഫാക്ടർ ഓഫ് എൻ എലമെൻറ്റ് ഓഫ് എ ഡിറ്റർമിനൻറ്റ്. കോഫാക്ടർ ഓഫ് എൻ എലമെൻറ്റ് ഓഫ് എ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമ്മൾ 0 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ നമ്മൾ കണ്ടു. അതിന് എന്ത് ചെയ്യണം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കോഫാക്ടർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ മൈനർ ഓഫ് ദാറ്റ് എലമെൻറ്റ് വിത്ത് -1 അപ്പോൾ അവിടെ I എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോയും J എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളം ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റ് നിൽക്കുന്ന റോ ഏതാണോ അതേപോലെ കോളം ഏതാണോ എന്നുള്ളതാണ് I അതേപോലെ J കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഫാക്ടർ ഓഫ് 0 വരുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ ഡിറ്റർമിനൻറ്റ് കണ്ടുവച്ചു. അതിനെ എന്ത് ചെയ്യാം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ I എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോ ആണ്. അപ്പോൾ സെക്കൻഡ് റോ ആണ്, അതേപോലെ ഫസ്റ്റ് കോളാണ്. അപ്പോൾ 2 + 1. അപ്പോൾ -1 എന്ന് പറയുന്നത് എന്താണ്? -1 × -1 × -1 1 ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് 10 ആണ്. 8 -8 അതായത് ഈ സെയിം എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ 10 × -1 എന്ന് വരും. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? -10. അതാണ് കോഫാക്ടർ ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈനറും അതേപോലെ കോഫാക്ടറും ഡിറ്റർമിനൻറ്റ് ഒരു എലമെൻറ്റ് എങ്ങനെയാണ് കാണുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ.